ദേശീയപാതയിലെ വിള്ളലിൽ ആശങ്ക പക്ഷേ ഒഴിയുന്നില്ല. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലാണ് വലിയ പ്രതിസന്ധി. അനാസ്ഥയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി ജനരോഷം ആളിക്കത്തുകയാണ്. മലപ്പുറത്ത് റോഡ് ഉപരോധിച്ചും റോഡിൽ പശ തേച്ചൊട്ടിച്ചുമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിച്ചത്. കണ്ണൂരിൽ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. സിനോജ് തോമസ് കോഴിക്കോട് നിന്നും, അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും, മുബഷിർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. നമുക്ക് ആദ്യം കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് വെങ്ങളം ഭാഗത്താണ് സിനോജ് ഇപ്പോൾ നിൽക്കുന്നത്. സിനോജ്, ഗുഡ് ഈവനിംഗ്. ദേശീയപാത ഇങ്ങനെ പൊളിഞ്ഞു കിടക്കാൻ പറ്റില്ല എന്നത് ജനങ്ങളുടെ ഒരു പൊതു തീരുമാനമാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മഴ എത്തുന്നതിന് തൊട്ട് തലേ ദിവസങ്ങളിൽ വിള്ളൽ നമ്മൾ കാണുന്നത്. കോഴിക്കോട്ടെ കാഴ്ച എന്താണ് സിനോജ്? സുജയപാർവതി, ഗുഡ് ഈവനിംഗ്. അതായത് കോഴിക്കോട് ജില്ലയിലെ വടകര അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത 6 വരിയുടെ നിർമ്മാണം അദാനിയാണ് കരാർ ഏറ്റെടുത്തത്. അദാനി അത് വാഗാർഡ് കമ്പനിക്ക് ഉപകരാർ നൽകി. തുടക്കം മുതൽ തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു. ഇപ്പോഴതാ ഞാൻ നിൽക്കുന്നത് വെങ്ങളം ഭാഗത്താണ്. നോക്കൂ, ഇതിൻ്റെ നീളത്തിലൊരു കറുത്ത പാട് കാണാം. അത് ഇന്നലെ 2 ദിവസം പെയ്ത മഴയിലുണ്ടായ വിള്ളലാണ്. ആ വിള്ളല് ഒറ്റ രാത്രി കൊണ്ട് കരാർ കമ്പനി വാഗാർഡിന് ജീവനക്കാരെത്തി കണ്ടം വെച്ച കോട്ട് പോലെ ഒട്ടിച്ചിരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു 400 മീറ്ററോളം നീളത്തിൽ ഈ അപ്രോച്ച് റോഡ്, അതായത് തിരുവങ്ങൂരിൽ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന് വേണ്ടി മീറ്ററുകളോളം മണ്ണിട്ട് ഉയർത്തിയ ഈ റോഡിലാണ് വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായി. രാവിലെ ഇതിൽ നടക്കാൻ പോയ നാട്ടുകാരാണ് വിള്ളൽ കാണുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കൂരിയടക്കം സംഭവിച്ചതുപോലെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആ വിള്ളൽ ഈ കരാർ ജീവനക്കാരെത്തി കുറച്ച് എംസാൻഡ് ഇട്ട് ടാറ് പൂശി അതങ്ങ് അടച്ചിരിക്കും. അതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. 400 മീറ്ററോളം വരുന്ന നീളത്തിലാണ് ഇത് അടച്ചിരിക്കുന്നത്. താഴെയാണ് വടകര ഭാഗത്തേക്ക്, കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡുള്ളത്. അതായത് എടുത്തിട്ട മണ്ണാണ്. 2 മഴയത്ത് ഈ മണ്ണ് ഇരുന്ന് പോയിരിക്കുന്നു. മണ്ണ് ഇരുന്ന് പോയതുകൊണ്ടാണ് ഈ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കാണാം വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. അതായത് അധികം ആളുകൾ ഇവിടേക്ക് കയറുന്നില്ല. നിർമ്മാണം പൂർത്തീകരിക്കാത്തത് കൊണ്ട്, ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതുകൊണ്ട് ആളുകളും വാഹനങ്ങളും ഇവിടെ കയറാത്തത് കൊണ്ട് അധികം ആളുകൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഈ കരാർ കമ്പനിയുടെ ജീവനക്കാരത്തെ ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇങ്ങനെ നെയിം സ്ലിപ്പ് പോലെ കുറെ ടാർ എടുത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ വിള്ളലങ്ങ് മാറുമോ? അവിടെ പുതുക്കി പണിയേണ്ടതാണെങ്കിൽ പുതുക്കി പണിയണം. ദേശീയപാതയിൽ വിള്ളൽ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഈ ഒരു ഒട്ടിപ്പ് തന്ത്രം നടക്കില്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് NHAIയുടെ ടീം തന്നെ എത്തി പരിശോധന നടത്തുന്നത്. അപ്പോൾ ഈ ഒട്ടിപ്പും തട്ടിപ്പും നടക്കില്ല എന്നതാണ് നമുക്കും ഈ കരാർ കമ്പനിക്കാരോട് പറയാനുള്ളത്. അപ്പോൾ ഒട്ടിച്ച ഇടത്തൊക്കെ ആ ഒട്ടിപ്പിളക്കാൻ വേണ്ടപ്പെട്ട അധികൃതരൊക്കെ ഉടൻ തന്നെ എത്തും. അപ്പോൾ തൽക്കാലത്തേക്ക് ഒട്ടിച്ച് മുഖം രക്ഷിക്കാമെന്ന് കരുതിയാൽ അത് പഞ്ചറായി തന്നെ ഇരിക്കുമെന്ന് ഈ കരാർ കമ്പനികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ